ഞാൻ ആദ്യമായി വരുന്നത് യൂസഫ് അലി സാറും ഞങ്ങളെല്ലാം കൂടെ സ്വാമിയുടെ നിർദ്ദേശപ്രകാരം കാണാനായിട്ട് വരികയുണ്ടായി. അന്ന് ഇതെല്ലാം കണ്ടതിന് ശേഷം സ്വാമിയായിട്ട് യൂസഫ് അലി സാറ് സംസാരിച്ചു. സ്വാമിയോട് യൂസഫ് അലി സാറ് ചോദിച്ചു, ഞാൻ എന്താണ് സ്വാമിക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ സ്വാമി പറഞ്ഞു, എനിക്ക് ഒന്നും വേണ്ട, അങ്ങ് വന്നതിലും അങ്ങ് ഇവിടെ വന്നത് കണ്ടതിലുള്ള സന്തോഷമാണ് എനിക്ക് വലിയ സന്തോഷം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംരംഭത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ അന്നദാനം ഒരു മഹാദാനമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സ്വാമിയെ കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ അന്നദാനത്തിൻ്റെ കൂടെ ഞങ്ങൾക്കും അതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യമായി സ്വാമിക്ക് ഒരു തുക അന്ന് കൈമാറി. പോത്തങ്കോട് ശാന്തിഗിരിക്ക് റംളാൻ സ്നേഹ സമ്മാനവുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി. ശാന്തിഗിരി ആശ്രമത്തിൽ ദിവസവും നടക്കുന്ന അന്നദാനത്തിനായി തുടർച്ചയായ 4ാം വർഷവും യൂസഫ് അലി സഹായം നൽകി. ആശ്രമത്തിലെ അന്തേവാസികൾക്കും സന്ദർശകർക്കും ഭക്ഷണം നൽകുന്നതിനായി 25 ലക്ഷം രൂപയാണ് യൂസഫ് അലി കൈമാറിയത്. ജാതിമത ഭേദമന്യേ ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾക്ക് ശാന്തിഗിരിയിൽ അന്നദാനം നൽകുന്നുണ്ട്. വിശുദ്ധ റംളാൻ മാസത്തിൽ അന്നദാനത്തിനുള്ള പ്രത്യേക പുണ്യം കൂടി കണക്കിലെടുത്താണ് യൂസഫ് അലിയുടെ സഹായം. എം എ യൂസഫ് അലിക്ക് വേണ്ടി ലുലു ഗ്രൂപ്പ് ഡയറക്ടർ ജോയി ഷടാനന്ദൻ, ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്സിക്ക് 25 ലക്ഷം രൂപയുടെ ഡി കൈമാറി. സന്യാസത്തിൽ 1/4 നൂറ്റാണ്ട് പൂർത്തിയാക്കിയ സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്സിക്ക് ലുലു ഗ്രൂപ്പിന്റെ വക സ്നേഹോപകാരവും കൈമാറി. ശ്രീ ജോയി സദാനന്ദൻ നായർ അവരുകളെ 25 ലക്ഷം രൂപയുടെ ചെക്ക് അന്നദാനത്തിലേക്കും ഈ വർഷം 25 വർഷം സന്യാസ ജീവിതം പൂർത്തിയാക്കുന്ന സർവാദരണീയ സ്വാമിക്ക് സ്നേഹസമ്മാനവും കൈമാറുന്നതിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ എനിക്കങ്ങനെ ഒരു വലിയ പ്രസംഗമൊന്നും പറയാൻ അറിയില്ല. എന്നിരുന്നാലും ഇങ്ങനെയുള്ളൊരു വലിയൊരു ആഘോഷ വേളയിൽ ഞങ്ങളെയും കൂടെ, അതായത് എന്നെയും ഞങ്ങളുടെ ഗ്രൂപ്പിനെയും യൂസഫ് അലി സാറിനെയും ഓർമ്മിക്കാനും ഞങ്ങളെ വിളിക്കാനും കാണിച്ച മനസ്സിന് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഞാൻ 2-3 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായി വരുന്നത് യൂസഫ് അലി സാറും ഞങ്ങളെല്ലാം കൂടെ സ്വാമിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ കാണാനായിട്ട് വരികയുണ്ടായി. അന്ന് ഇതെല്ലാം കണ്ടതിന് ശേഷം സ്വാമിയായിട്ട് യൂസഫ് അലി സാറ് സംസാരിച്ചു. അപ്പോൾ സ്വാമിയോട് യൂസഫ് അലി സാറ് ചോദിച്ചു, ഞാൻ എന്താണ് സ്വാമിക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ സ്വാമി പറഞ്ഞു, എനിക്ക് ഒന്നും വേണ്ട, അങ്ങ് വന്നതിലും അങ്ങ് ഇവിടെ വന്നത് കണ്ടതിലുള്ള സന്തോഷമാണ് എനിക്ക് വലിയ സന്തോഷം. അപ്പോൾ പറഞ്ഞു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും എന്താവശ്യം വന്നാലും എന്നെ വിളിക്കാനും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ആ സന്ദേശം എത്തിക്കാനും മടിക്കരുതെന്ന് പറഞ്ഞ് തിരിച്ചുപോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവർക്കും അറിയാം, ഞങ്ങൾ സാറുമൊക്കെ ഒരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംരംഭത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ
അന്നദാനം ഒരു മഹാദാനമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഏതാണ്ട് ഒരു 3-4 വർഷം മുന്നെയാണിത്. അന്ന് ഞങ്ങൾ ആദ്യമായി ഇവിടെ വന്ന് സ്വാമിയെ കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ അന്നദാനത്തിൻ്റെ കൂടെ ഞങ്ങൾക്കും അതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യമായി സ്വാമിക്കൊരു തുക അന്ന് കൈമാറി. അത് ഒരു നോമ്പ് സമയത്താണ് ഞങ്ങൾ തുടങ്ങിയത്. അത് 3-4 വർഷമായി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരികയാണ്. ഇപ്രാവശ്യവും അത് ഈ നോമ്പിൻ്റെ വലിയ മഹത്വമുള്ള ഈ ഒരു വേളയിൽ തന്നെ അത് ഞങ്ങൾക്ക് അദ്ദേഹത്തിന് കൈമാറാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. പിന്നെ സ്വാമിയെക്കുറിച്ചുകൂടെ 2 വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സ്വാമി ഞാൻ ഒത്തിരി വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സ്വാമിയെക്കുറിച്ച്. പക്ഷേ സ്വാമിയെ നേരിട്ട് കണ്ടത് ഒരു 5-6 വർഷത്തിന് മുന്നെയാണ്. അത് കഴിഞ്ഞ് ഞാൻ സ്വാമിയുടെ ഓരോ മോട്ടിവേഷൻ സ്പീച്ചസും ആ വീഡിയോസും ഒക്കെ കാണും. അപ്പോൾ സ്വാമി കൈവയ്ക്കാത്ത മേഖലകളില്ല സത്യം പറഞ്ഞാൽ. അത് മനുഷ്യൻ്റെ നന്മയ്ക്കും മനുഷ്യനിലുള്ള വികാരങ്ങൾ ഉണർത്തിക്കൊണ്ടുവരുന്നതിനുള്ള കാര്യങ്ങളാണ് സ്വാമി പറയുന്നത്. പണം, അല്ലെങ്കിൽ സ്നേഹം, കുടുംബം, ബന്ധം. അപ്പോൾ ഇങ്ങനെയുള്ള ഭയങ്കര ഒരു ആത്മീയതയും അതിനോടൊപ്പം നമ്മളെ കുടുംബത്തോടുള്ള ഒരു ബന്ധങ്ങളുടെ ഒരു കാഠിന്യം, അല്ലെങ്കിൽ ആ അറിവ് സ്വാമി പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ആ സ്പീച്ചസ് മുഴുവൻ കേൾക്കും. ഞാൻ മിക്കവാറും എല്ലാം ഞാൻ സ്വാമിയെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത് സാറും ഒത്തിരി കേൾക്കാറുണ്ട്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ് സ്വാമിയുടെ വേർഡിങ്സുകൾ. അപ്പോൾ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം വരാനും ഇവിടെ എല്ലാ ആൾക്കാരും ഞങ്ങളുടെ ഷോപ്പിൽ വന്ന് സാധനമൊക്കെ മേടിക്കുന്നുണ്ട്. ഞങ്ങൾ 10,3500 സ്റ്റാഫുണ്ട്. ഞങ്ങളുമൊക്കെ വളരെ സന്തോഷമാണ്. ഞങ്ങളുടെ സ്ഥാപനവും വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. അത് ആ സ്ഥാപനത്തിൻ്റെ കൂടെ ഇതിലും കൂടെ ഒരു ഭാഗമാകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഒരിക്കൽ കൂടി 25 വർഷം പൂർത്തിയാക്കുന്ന നമ്മുടെ സ്വാമിക്ക് എൻ്റെയും എൻ്റെ യൂസഫ് അലി സാറിൻ്റെ വകയിലുള്ള സ്നേഹവും കടപ്പാടും ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.